ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 5 ശ്ലോകം 5. നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ ഭഗവാനെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭഗവാൻ തന്നെ ജീവാത്മാവും വേറൊരാളല്ല. അനന്തരം, അതായത് പ്രകൃതിക്ഷോഭാനന്തരം കാലം, അദൃഷ്ടം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും ഭഗവാനാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ ആ മായ തന്നെ താനെ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ഉള്ള ആ ബുദ്ധിതത്വത്തെ മഹത്വത്വം എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. ഇനി മഹത്വത്വത്തിൻ്റെ ഒന്നും കൂടി വിവരിച്ച് പറയുകയാണ് 5-ാമത്തെ ശ്ലോകത്തിൽ. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ തത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ കല്യസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവത്പ്രേരണാത്. തത്രാസോ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉത്ബോധ നിഷ്പാദകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ കല്യസോ സമ്പുഷ്ടം ത്രിഗുണൈഃ തമോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ തത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ കല്യസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. തത്ര അസൗ ച മഹാൻ, അതിൽ, അതായത് ആ മായാകാര്യങ്ങളിൽ ഈ മഹത്തത്വമാകട്ടെ ത്രിഗുണാത്മകഹാവി സത്വരജസ്തമസുകൾ ചേർന്നതാണ് എങ്കിലും സത്വപ്രധാന സത്വഗുണപ്രധാനവുമായിട്ട് അസ്മിൻ ജീവേ സ്വയം ഈ ജീവങ്ങൾ അത് ഇത് എന്ന നിർവികൽപ്പം അഹം വിധി വികൽപ്പമില്ലാത്ത ഞാൻ എന്ന ഒരു തോന്നലിനെ ഉത്ബോധ നിഷ്പാദകാകലു സ്വയമേ ഉളവാക്കുന്നു അത്രേ. അസോ ഈ, അതായത് മഹത്തത്വം മഹാൻ കലു വിഷ്ണുഹോ ഈ മഹത്വത്വം തന്നെ ഹേ വിഷ്ണു ഭവത് പ്രേരണാത് അവിടുത്തെ പ്രേരണ ഹേതുവായിട്ട് അസ്മിൻ ഈ ജീവങ്ങൾ ത്രിഗുണൈഹി ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും ത്രിഗുണൈഹി സമ്പുഷ്ടം ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോതി ബഹുലം തമോ ഗുണത്തിന് ആധിക്യമുള്ളതും സവികൽപബോധകം മുമ്പ് പറഞ്ഞ വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്നതുമായ അഹം തത്വം ചക്രേ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. ഇവിടെ ത്രിഗുണാത്മകമായ മഹത്തത്വം സത്വഗുണപ്രധാനമായിട്ട് നിർവികൽപ്പമായ അഹംബോധത്തെ സൃഷ്ടിക്കുന്നു. അത് തമോ ഗുണപ്രധാനമായിട്ട് സവികൽപബോധജനകമായ അഹങ്കാരത്തെയും സൃഷ്ടിക്കുന്നു എന്ന് വിവേകം. മായാകാര്യങ്ങളിൽ ഈ മഹത്വത്വമാകട്ടെ സത്വരജസ്തമസ്സുകൾ ചേർന്നതാണ് എങ്കിലും സത്വഗുണപ്രധാനവുമായിട്ട് ഈ ജീവങ്ങൾ അത് ഇത് എന്ന വികല്പമില്ലാത്ത ഞാൻ എന്നൊരു തോന്നലിനെ സ്വയമേ ഉളവാക്കുന്നു അത്രേ. ഈ മഹത്വത്വം തന്നെ ഹേ വിഷ്ണു അവിടുത്തെ പ്രേരണ ഹേതുവായിട്ട് ഈ ജീവങ്ങൾ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതും മുൻപ് പറഞ്ഞ വികല്പത്തിൻ്റെ ബോധമുളവാക്കുന്നതുമായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ കല്യസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ തത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ കല്യസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്.
തത്രാസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാനസ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുത്ബോധനിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്യസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.